ജങ്കാർ സിനിമയെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ആദ്യം തന്നെ ഈ സിനിമയിൽ ഒരു പൊളിച്ച ഒരു സംഭവമുണ്ട് കേട്ടോ, ഒരു നല്ലൊരു സംഭവമുണ്ട്. അതെന്താണെന്ന് ഞാൻ അവസാനം പറയാം. പക്ഷേ ഇതിൽ കുറേ വെറുപ്പിക്കൽസ് ഉണ്ട്, കുറേ കാര്യങ്ങൾ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത സംഭവങ്ങളുണ്ട്. അതെന്താണെന്ന് ഞാൻ ആദ്യം പറയാം, അതിന് ശേഷം ഇതിലെ നല്ല സംഭവം എന്താണെന്ന് പറയാം. ഈ സിനിമയിൽ സുധീഷ് കരമനയുടെ കഥാപാത്രം, കക്ഷി സെയ്താലിക്ക എന്ന കഥാപാത്രമാണ്. കക്ഷി തലയിൽ തലപ്പാവ് കാര്യങ്ങളൊക്കെ മുസൽമാനായിട്ട് അദ്ദേഹം വേഷത്തിൽ വരുന്നുണ്ട്, നിസ്കരിക്കുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞ് പുള്ളി ചന്ദനക്കുറിയൊക്കെ ഇട്ടിട്ട് വന്നിട്ട് ദേവീ ക്ഷേത്രത്തിൽ ചടങ്ങുകളൊക്കെ ചെയ്യുകയാണ്. ഈ സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഇതൊരു സാങ്കല്പിക സിനിമയാണെന്നോ സാങ്കല്പിക കഥയാണ്, ഇതിലെ കഥാപാത്രങ്ങൾ തികച്ചും സാങ്കല്പിക, അങ്ങനെയൊന്നും എഴുതി ഞാൻ കണ്ടില്ല കേട്ടോ. നേരെ സിനിമ തുടങ്ങുക ചെയ്തത്. അപ്പോൾ അങ്ങനെ കാണിച്ചതിന് ശേഷം ഇങ്ങനെ ഒരു കഥയൊക്കെ ആണെങ്കിലും നമ്മൾ ശരി സാങ്കല്പികം എന്ന് പറഞ്ഞിട്ട് അത് സഹിക്കായിരുന്നു. പക്ഷേ ഇതിൽ കാണിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ കീഴ്മേൽ മറിഞ്ഞ കാര്യങ്ങളാണ് കാണിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ഈ സിനിമയിലെ ദേവീ ക്ഷേത്രത്തിലുള്ള ചടങ്ങ്. ലോകത്ത് എവിടെയും ഇങ്ങനെ ഒരു ചടങ്ങ് ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇനി ഉണ്ടോയെന്ന് എനിക്കറിയില്ല, ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ പറയാം. എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു ചടങ്ങാണ് ഈ സിനിമയിൽ ചെയ്യുന്നത്. ആ ചടങ്ങ് ചെയ്യണമെങ്കിൽ ആ ദേവീ ക്ഷേത്രം തുറക്കാൻ വേണ്ടി, ആ ചടങ്ങ് ചെയ്യാൻ പോകാൻ വേണ്ടിയിട്ട് ആ ജനങ്ങളൊക്കെ ശരിക്കും ഇതിൽ ഒരു കായലൊക്കെ ഉണ്ട്. ആ കായലൊക്കെ കടന്നിട്ട് വേണം ഈ ജങ്കാറിലൂടെ അവിടെ ദേവീ ക്ഷേത്രത്തിലെത്താൻ. അപ്പോൾ രണ്ട് പ്രണയിക്കുന്നവർ അവിടെ വരണം. വന്നിട്ട് ഈ പ്രണയിക്കുന്നവർ വേറെ എവിടുന്നോ ഒക്കെ ഒളിച്ചോടി വരുന്ന കാമുകന്മാരില്ലേ, അവരവിടെ എത്തണം. എന്നിട്ട് അവർ വേണം ഈ ചടങ്ങുകളൊക്കെ അവിടെ ചെയ്ത് അവർക്ക് കാര്യങ്ങളൊക്കെ, അവരുടെ ചില കാര്യങ്ങളൊക്കെ നടക്കാൻ, ഈ കാമുകന്മാരുടെ അങ്ങനെ ഒരു സംഭവം. അപ്പോൾ ഇവർ എല്ലാവരും കൂടിയിട്ട് മറ്റേ കുങ്കുമവും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ട് കായലിൻ്റെ ഇപ്പുറത്ത് ആരെങ്കിലും ഏതെങ്കിലും നാട്ടിൽ നിന്ന് ഇങ്ങനെ കാമുകന്മാർ ഒളിച്ചോടി ഇപ്പോൾ വരും, അപ്പോൾ നമുക്ക് വിളിച്ചിട്ട് പോകാമെന്ന്. ഇത് എന്തൊരു വെറുപ്പിക്കൽസാണ്. കാരണം അങ്ങനെയാണെങ്കിൽ ദേവീ ക്ഷേത്രത്തിൽ ആ ചടങ്ങേ നടക്കില്ലല്ലോ. ഒരു കൊല്ലം മുഴുവൻ നിന്നാലും ആരെങ്കിലും കാമുകന്മാർ ഇവർ നിൽക്കുന്ന സമയം നോക്കി കൃത്യമായിട്ട് ഓടി വന്നിട്ട് ആ ചടങ്ങിന് വേണ്ടി വരുമോ? അവർ വന്നാലേ ചടങ്ങ് അവിടെ നടത്താൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു സംഭവമാണ് അവിടെ ഉള്ളത്. എങ്ങനെ ഇത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും? ഇവരിങ്ങനെ കാത്തു നിൽക്കുമ്പോൾ പെട്ടെന്ന് ഒരാൾ ഓടി വരുന്ന പറയുന്നത്. ഇതെന്താ ആകാശത്ത് നിന്ന് പൊട്ടി വീഴുമോ കാമുകന്മാർ? അങ്ങനെ ഒരു സംഭവമാണ്. അത് തുടക്കം തന്നെ വല്ലാത്തൊരു ബോറടിപ്പിക്കുന്ന വെറുപ്പിക്കുന്ന ഒരു കാര്യമാണ് കാണിക്കുന്നത്. ഇതിൻ്റെ കഥ എഴുതിയിരിക്കുന്നതും ഡയറക്റ്റ് ചെയ്തിരിക്കുന്നതും മനോജ് ടി യാദവാണ്. കക്ഷിയുടെ ഈ കഥ സാങ്കല്പികം എന്ന് പറഞ്ഞാൽ അതിൽ എന്തെങ്കിലും നമുക്ക് സഹിക്കാം. പക്ഷേ അങ്ങനെയൊന്നും കാണിച്ചതായി ഞാൻ ഓർക്കുന്നില്ല കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതി കാണിക്കുമല്ലോ, ഞാൻ കാണിച്ചതായി ഓർക്കുന്നില്ല, അതുകൊണ്ടത് പറയുന്നത്. അപ്പോൾ എന്നിട്ട് ഇവരിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ ആരെങ്കിലും വന്നാലേ അവിടെ ചടങ്ങ് നടക്കുള്ളൂ. അങ്ങനെ അവസാനം ഇതിൽ ഹീറോ വന്നിട്ട് അബീന്ദ്രൻ എന്ന കഥാപാത്രത്തെ ശരത് അപ്പാനിയാണ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഇതിലെ ഹീറോയിൻ രേണു സുന്ദരാണ്. നക്ഷത്ര എന്ന കഥാപാത്രത്തെയാണ് കക്ഷി ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഇവരെ രണ്ടുപേരെ കിട്ടുന്നുണ്ട്. എന്നിട്ട് ഇവർ അവിടെ പോകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവർ രണ്ടുപേരും കാമുകന്മാരൊന്നും അല്ല എന്നുള്ള ലെവലിൽ പിന്നെ അത് വരുന്നുണ്ട്. അത് നിങ്ങൾ സിനിമ കണ്ട് മനസ്സിലാക്കുക. എന്നിട്ട് അവിടെ പോയിട്ട് ഈ ചടങ്ങ് ചെയ്യുമ്പോൾ ഒരു ഉപകരണം നമ്മുടെ അബീന്ദ്രൻ്റെ ഹീറോയുടെ കയ്യിൽ നമ്മുടെ സെയ്താലിക്ക കൊടുക്കുന്നുണ്ട്. ആ ഉപകരണം എന്താണെന്ന് ഞാൻ പറയാത്ത എന്താണെന്നറിയോ? ഇതിൻ്റെ കഥ അതിലാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ അത് പറയുന്നില്ല. ആ ഉപകരണം എന്താ സിനിമ കണ്ട് മനസ്സിലായിക്കോളി. ആ ഉപകരണത്തെ കൊടുക്കുമ്പോൾ ഇവനത് മേടിച്ചിട്ട് പുള്ളിയാണത് ചെയ്യേണ്ട ആ ചടങ്ങ്. അപ്പോൾ അതിങ്ങനെ അന്തം വിട്ട് പുള്ളി ഇങ്ങനെ നിന്നിട്ട് പിന്നെ അതങ്ങോട്ട് മറ്റേ സെയ്താലിക്ക് അങ്ങോട്ട് തള്ളി അങ്ങോട്ട് പിടിച്ചു കൊടുക്കുമ്പോൾ പുള്ളി അതങ്ങോട്ട് ചെയ്യുകയാണ്. കൊച്ചു കുട്ടിക്ക് വരെ അറിയാം അത് ചെയ്തു കഴിഞ്ഞാൽ താനും തൻ്റെ ഒപ്പമുള്ള ആ ചെയ്യുന്ന ആൾ എന്താകുമെന്ന് അറിയാം. അപ്പോൾ ഇവൻ ചോദിക്കണം, ബോധമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ എന്തായാലും ചോദിക്കും, ഞാനൊന്നും ഇത് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, ഇത് എന്തിനാണ് ഞാൻ ചെയ്യുന്നത്, എന്നെ എന്തിനാ ചെയ്യിപ്പിക്കുന്നതെന്ന് ചോദിക്കാം. പുള്ളി ഒന്നും ചോദിക്കാതെ അത് ചെയ്യൂ അത്രേ. പിന്നെ അതിൽ മറ്റേയാൾ നക്ഷത്ര കഥാപാത്രം ചെയ്യുന്നതിന് വന്നിട്ട് നക്ഷത്ര തന്നെ ഒരു കാരണം പറയുന്നുണ്ട്, അത് അക്സെപ്റ്റ് ചെയ്യാം. പക്ഷേ
ഹീറോ എങ്ങനെ ഇത് ചെയ്യും? ഇത് ചെയ്താലേ കഥയുണ്ടാവുകയുള്ളൂ, അത് വേറെ കാര്യം, അതിനു വേണ്ടിയാണ് ചെയ്യുന്നത്. പക്ഷെ എന്നാൽ അവിടെ ഒരു കാരണം കൊടുക്കണ്ടേ? അത് മനോജ് ടി യാദവ് വിട്ടുപോയി. അവിടെ ഒരു കാരണം കൊടുക്കണം. ഇവൻ അത് ചെയ്യാനും ഒരു കാരണം പറഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ ചെയ്ത് പറഞ്ഞത്. അത് ഈ സിനിമയിൽ എവിടെയും പറഞ്ഞതായിട്ട് കാണാനില്ല. അതേപോലെ തന്നെ ഈ നക്ഷത്ര കഥാപാത്രത്തെ ശ്വേതാ മേനോനൊക്കെ കുളിപ്പിക്കുകയും വളയിടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ ഒന്നും ഒരു റിയാക്ഷനും ഇല്ലാതെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ആരായാലും ചോദിക്കില്ലേ? പെട്ടെന്ന് തന്നെ വളയിടിപ്പിച്ച് കുളിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എന്തിനാന്ന് ചോദിക്കില്ലേ? അങ്ങനെ ഒരു സംഭവമേ ഉണ്ടാവുന്നില്ല. കാണുന്ന നമ്മൾ ചോദിക്കുന്നു ഇവിടെ ഇരുന്നിട്ട്, എന്തിനാ ചെയ്യിപ്പിക്കുന്നത്? അതൊന്നും ചെയ്യണ്ടല്ലോ എന്ന് എൻ്റെ മനസ്സിൽ ഞാൻ ചോദിക്കുകയാണ്. പക്ഷേ സിനിമയിലെ നക്ഷത്ര കഥാപാത്രം ഒന്നും ചോദിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ വെറുപ്പിക്കൽസിൻ്റെയും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുമുള്ള ഒരു കഥയാണ് ഈ സിനിമയ്ക്ക് മുന്നോട്ട് പോകുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇതിൽ ഒരു ഭയങ്കരമായൊരു ഹീറോ ഉണ്ട്, ആക്ഷൻ ഹീറോ. ആരാന്ന് വെച്ചാൽ മല്ലിക. മല്ലിക ആരാ? ശ്വേതാ മേനോൻ. ശ്വേതാ മേനോൻ്റെ അടി കാണണം, ആക്ഷൻ. ആണുങ്ങളെയൊക്കെ അടിച്ചങ്ങോട്ട് പുള്ളിക്കാരത്തി അങ്ങോട്ട് പറപ്പിക്കുകയാണ്. കാണുമ്പോൾ അതങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല സത്യം പറഞ്ഞാൽ. കാരണം എന്താണെന്ന് വെച്ചാൽ ആ നാട്ടിലെ ആണുങ്ങളൊക്കെ വെറും ഭീരുക്കൾ, മല്ലിക മാത്രമാണ് ഭയങ്കരം. മല്ലിക എന്ന് പറഞ്ഞാൽ എല്ലാവരും കിട്ടാ വിറക്കുകയാണ്. എന്നിട്ട് മല്ലിക ഞാൻ വരാം എന്ന് പറഞ്ഞിട്ട് മല്ലിക അങ്ങോട്ട് വന്നിട്ട് അടിച്ച എല്ലാവരെയും, അവരാണ് അതിൻ്റെ കാര്യങ്ങൾ നോക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ ആരടിക്കണം എന്ന് വിചാരിക്കുന്നു അയാളൊക്കെ നല്ല മല്ലനെ പോലെയുള്ള ആളുകളാണ് മുന്നിൽ നിൽക്കുന്നത്. അവരൊക്കെ അടിച്ച് തെറിപ്പിക്കുകയാണ് മല്ലിക. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ചിരിക്കുകയാണോ അല്ല അങ്ങോട്ട് കണ്ണടച്ചിരിക്കണോ എന്നൊന്നും മനസ്സിലാവുന്നില്ല. ഇതിൽ ശരിക്കും രണ്ടാം യാമം എന്നൊരു സിനിമ വന്നല്ലോ കുറച്ച് മുമ്പ്. അപ്പോൾ ആ സിനിമയിലെ സ്വാസിക ഇതേപോലെ ഒരു ആക്ഷൻ ഹീറോ ആയിട്ടാണ് കാണിച്ചത്. അപ്പോൾ ഇവരെയൊക്കെ ആക്ഷൻ ഹീറോ ആക്കണം എന്നൊരാഗ്രഹം പറഞ്ഞതുകൊണ്ട് അങ്ങനെ ആക്കിയതാണോ എന്തോ. അങ്ങനെ ഒരു കഥാപാത്രം ഈ സിനിമയിൽ വേണോ, ഓക്കെ. പക്ഷെ അതിന് ഭയങ്കര അടി. അത് എല്ലാവരെയും തല്ലുമ്പോൾ അവർ അതൊക്കെ കൊള്ളുന്നതായിട്ട് കാണിക്കുമ്പോൾ ഒരു ആയുധമൊന്നുമില്ല, അല്ലാതെയാണ് കക്ഷി അടിക്കുന്നതൊക്കെ. അപ്പോൾ അവരെ പേടിക്കുന്നത്, എല്ലാറ്റിനും ഞാൻ ശരിയാക്കി കളയും എന്നൊക്കെ അവരൊക്കെ പറയുമ്പോൾ ചിരി വരികയാണ് സത്യം പറഞ്ഞാൽ. അപ്പോൾ അങ്ങനത്തെ കുറേ വെറുപ്പിക്കൽ സംഭവങ്ങൾ സിനിമയിലുണ്ട്. അവരെ നല്ല ഒരു സ്ത്രീ കഥാപാത്രമായിട്ട്, സ്ത്രീകൾക്കും ആക്ഷൻ ചെയ്യാട്ടോ, അതല്ല എന്നല്ല ഞാൻ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇംഗ്ലീഷ് സിനിമയിലൊക്കെ ഹീറോയിൻസ് ചെയ്യുന്നുണ്ടല്ലോ, അതൊക്കെ അവർ ചെയ്യുന്നത് കാണുമ്പോൾ ആക്ഷനാന്ന് നമുക്കറിയാം. ഇത് സാരിയൊക്കെ എടുത്ത് വളരെ ഭംഗിയിൽ വന്ന് നിന്നിട്ട് ടടേ എന്നും പറഞ്ഞിട്ട് ഇറങ്ങി ആക്ഷനൊക്കെ ചെയ്യുമ്പോൾ ചിരി വരില്ലേ? എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. മല്ലിക കഥാപാത്രം ഒരു കോമഡി പീസായിട്ടാണ് എനിക്ക് തോന്നിയത്. അതേപോലെ ബാക്കി ഈ കാര്യങ്ങൾ. പിന്നെ ഈ നക്ഷത്ര കഥാപാത്രം ഹീറോയിൻ, അവരോട് വില്ലൻ വന്നിട്ട് ഓരോ സംഭവങ്ങൾ ചെയ്യുമ്പോഴും അവർ ഒരു റിയാക്ഷനും ഇല്ല. ആന്ന് വായുമ്പോൾ അനങ്ങാതെ നിൽക്കുന്നു എന്നല്ലാതെ അവരൊരു ഇതിലെ ഹീറോയിൻ എന്ന നിലയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പ്രതികരണം, ഭയങ്കരമായ സംഭവങ്ങളൊക്കെ ചെയ്യേണ്ടത് ഒന്നുമില്ല. അയാൾ വന്ന് എന്ത് ചെയ്താലും നക്ഷത്ര അങ്ങനെ നക്ഷത്രം പോലെ ആകാശത്ത് മിന്നുന്ന പോലെ അവിടെ നിന്ന് മിന്നിക്കൊണ്ടിരിക്കുന്നു എന്നല്ലാതെ ഒരു സംഭവവും റിയാക്ഷൻ കൊടുക്കുന്നില്ല. ഇതൊക്കെ ബോറടിപ്പിക്കൽ. ഡയലോഗ് ഡെലിവറി പല സ്ഥലത്തും അത്ര പോരാ, അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി, എഡിറ്റിങ് അതൊന്നും കുഴപ്പമില്ല കേട്ടോ. അതൊന്നും എവിടെയും മിസ്റ്റേക്ക് വരുത്തിയിട്ടില്ല. ഈ കഥയാണ് ഒരു വിഷയം. മനോജ് ടി യാദവ് എഴുതിയ കഥ, അതിനൊരു കാരണം കാര്യങ്ങളൊക്കെ കൊടുക്കണമായിരുന്നു, അതൊന്നും കാണാനില്ല. അങ്ങനെയാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വെറുപ്പിക്കൽസ് പൂരമായിട്ടാണ് എനിക്ക് ഈ സിനിമ ഫീലായത്, പറയാതിരിക്കാൻ വയ്യ. ഇനി ഇതിൽ നന്നായിരുന്നു എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് കേട്ടോ, അതെനിക്ക് നല്ല ഇഷ്ടമായി. എന്താണെന്ന് വെച്ചാൽ ശബരീഷ് വർമ്മയുടെ ഇതിലെ മഹീന്ദ്രൻ കഥാപാത്രം പുള്ളി മിന്നിയിട്ടുണ്ട്. പുള്ളിക്ക് വേണ്ടി മനോജ് ടി യാദവ് എഴുതിയിരിക്കുന്ന ഈ കഥ ഗംഭീരമാണ്. അയാളുടെ ഒരു ഭാഗം മാത്രം മനോജ് ഗംഭീരമാക്കി എഴുതിയിട്ടുണ്ട്. കാരണം അയാളെ സംബന്ധിച്ച് എന്തൊക്കെയാണോ ഇതിൽ വരുന്നത് അതിനൊക്കെ ഒരു കാരണം, അത് എങ്ങനെ, എല്ലാം വളരെ നന്നായിട്ട് മനോജ് അത് എഴുതിയിട്ടുണ്ട്. പക്ഷേ അത് മാത്രമേ നന്നായിട്ട് എഴുതിയിട്ടുള്ളൂ. ബാക്കിയുള്ള ഈ ചടങ്ങ് മറ്റത് മറിച്ചത് ആകെ കൂടി ഒരു ഇതാക്കി അവസാനം കൊണ്ടുപോയിട്ട് ക്ലൈമാക്സും അത് എങ്ങനെയൊക്കെ അവസാനിപ്പിച്ചു, അത്രയേ ഉള്ളൂ. പക്ഷേ ശബരീഷ് വർമ്മേനെ എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. പുള്ളിയുടെ ആ കണ്ണുകളുടെ ആ ഒരു അഭിനയമുണ്ട്, ആ മുഖത്തെ ആ ഭാവങ്ങൾ, പുള്ളിയുടെ ആ നടന്നു വരവ്,
എല്ലാം തന്നെ ആ കഥാപാത്രം അങ്ങനെ ആയിത്തീർന്നിരിക്കുകയാണ് ശബരീഷ്. പൊളിച്ചു ശബരീഷ് ശരിക്കും പറഞ്ഞാൽ. ഇപ്പം ഞാൻ ഇതിന് മുമ്പ് കണ്ട സിനിമ ധീരൻ മൂവി, അതിൽ ശബരീഷ് ഉണ്ട്. അതിൽ വേറൊരു കഥാപാത്രമാണ് കക്ഷിക്ക്. ഈ സിനിമയത്തെ കഥാപാത്രമേ അല്ല അതിലെന്താണോ പുള്ളിക്ക് കൊടുത്തിരിക്കുന്നത് അത് ഗംഭീരമായി പുള്ളി അതിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റിവ്യൂ നമ്മൾ ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശബരീഷ് മിന്നുന്നുണ്ട് കേട്ടോ. ഈ സിനിമയിൽ പുള്ളി ഇല്ലെങ്കിൽ ഈ സിനിമ ഒന്നിനും പറ്റില്ല, ഉള്ളത് ഞാൻ പറയാമല്ലോ. എൻ്റെ അഭിപ്രായമാണിത്. പുള്ളിയുടെ അഭിനയം, പുള്ളിക്ക് വേണ്ടി എഴുതിയിരിക്കുന്ന ആ കഥയുടെ തിരക്കഥ എല്ലാം ഗംഭീരമാണ്. ബാക്കിയൊക്കെ എനിക്കൊന്നും പറയാനില്ല, വെറുപ്പിക്കൽ തന്നെ ആയിരുന്നു.